ബോർഡർ ഗാവസ്കർ ട്രോഫി പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കുമെന്നതാണ്ട് ഉറപ്പായി. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം ദേവദത്ത് പടിക്കലും ടീമിൽ ഇടം പിടിക്കുമെന്ന് അറിയുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ ഡീറ്റെയിൽസ് നൽകും. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. കായിക ലോകത്തേക്ക്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ത്യക്ക് അതീവ നിർണായകമാണ് ഈ ബോർഡർ ഗവാസ്കർ പരമ്പര. കാരണം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ ഇന്ത്യക്ക് ഈ പരമ്പര ജയം അനിവാര്യമാണ്. മറ്റു ടീമുകളുടെ ഒന്നും സഹായമില്ലാതെ മികച്ച ശരാശരിയിൽ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടണമെങ്കിൽ 4-0 ഇന്ത്യ ജയിക്കണം എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ ഈ പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ഇന്ത്യക്ക് പല കാരണങ്ങളാൽ ഒരു ചെറിയ സങ്കടങ്ങളുണ്ട്. കാരണം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ആദ്യ മത്സരത്തിൽ കളിക്കാനുണ്ടാവില്ല എന്ന് BCCI അറിയിച്ചു കഴിഞ്ഞു. രണ്ടാം കുഞ്ഞിൻ്റെ ജന്മമായി അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടില്ല. അതിനിടെ ഇന്ത്യയുടെ സമീപകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ബാറ്റർമാരിൽ ഒരാളായ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റു. അദ്ദേഹം മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഓസ്ട്രേലിയൻ പിച്ചുകളിൽ സഹായിക്കുന്ന ഒരു ഓൾറൗണ്ടറെ കൂടി ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യകത കൂടി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന് പകരമായി നേരിട്ട് ദേവദത്ത് പടിക്കലായിരിക്കും കളിക്കുക. അതോടൊപ്പം തന്നെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ അല്ലെങ്കിൽ ബൗളിംഗ് കുറച്ചുകൂടെ നന്നായി ചെയ്യുന്ന ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന തരത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയും വരുന്നു. ദേവദത്ത് പടിക്കൽ ഒരു മലയാളിയാണ്, എടപ്പാളുകാരനാണ്. കർണാടകയിലേക്ക് പിന്നീട് പറിച്ചു നട്ടപ്പെട്ടെങ്കിൽ പോലും നന്നായി മലയാളം സംസാരിക്കുന്ന നമുക്ക് ദേവദത്ത് പടിക്കൽ നേരത്തെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവദത്ത് പടിക്കൽ വരുന്നത് നമുക്ക് മലയാളികൾക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ രണ്ട് താരങ്ങളായിരിക്കും രോഹിത്തിനും ശുഭ്മാൻ ഗില്ലിനും തന്നെ പകരമായി ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യക്ക് അതീവ നിർണായകമാണ് ഈ പരമ്പര. 22 മുതലാണ് ഈ മത്സരം തുടങ്ങുന്നത്. എന്തായാലും അതിനു മുമ്പ് ഇന്ത്യൻ ടീം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.